ഐ എം റൈഹാനത്ത് പാണ്ടിക്കാട്. ഇന്ന് വെസ്റ്റീജ് കമ്പനിയുടെ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടറാണ് ഞാൻ. വെസ്റ്റീജ് ബിസിനസ്സിൽ വരുന്നതിൻ്റെ മുന്നേ ഒരു ലാബ് ടെക്നീഷ്യനായിട്ട് ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയായിരുന്നു. ആ ഒരു സമയത്താണ് വെസ്റ്റീജ് എന്ന ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നത് എൻ്റെ ഗ്രേറ്റ് അപ്ലൈൻ ആയിഷ മേഡം, മേലാറ്റൂരുള്ള ഒരു വ്യക്തിയാണ്. ഇന്ന് വെസ്റ്റീജ് കമ്പനിയുടെ യൂണിവേഴ്സൽ ക്രൗൺ ഡയറക്ടർ തന്നെയാണ്. ആ ഒരു മേഡത്തിൽ നിന്നാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയത്. എന്തായാലും ചെയ്യുന്ന ജോബ് മാറ്റിയിട്ട് ഇന്ന് ഫുൾ ടൈം വെസ്റ്റീജുമായിട്ടാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. ഈ ഒരു ബിസിനസ്സിലൂടെ വളരെ നല്ലൊരു നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്തായാലും വെസ്റ്റീജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ്. 2004 ജൂൺ 2 ഡൽഹിയിൽ ആരംഭിച്ചിട്ടുള്ള ഒരു ഇന്ത്യൻ കമ്പനിയാണ്. ഇന്ന് ലോകമെമ്പാടും ഉള്ള ഒരു കമ്പനി തന്നെയാണ് വെസ്റ്റീജ്. ഒരു ഇന്റർനാഷണൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനി തന്നെയാണ്. ഇതിൽ ഇടനിലക്കാരില്ല, പരസ്യക്കാരില്ല. അതുകൊണ്ട് തന്നെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയതുകൊണ്ട് തന്നെ 40% കമ്പനി എടുക്കുന്നു, 60% ഇവിടെ ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടർക്കാണ് ഇതിൻ്റെ ഇൻകം. ഓരോ ലെവലും അച്ചീവ് ചെയ്തു വരുമ്പോൾ നമുക്ക് ആ ഒരു വെസ്റ്റീജ് കമ്പനി മാറ്റിവെച്ചിട്ടുള്ള 10 തരം വരുമാനവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതായത് 60% വെസ്റ്റീജ് കമ്പനി ഇവിടെ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സിന് വേണ്ടി മാറ്റിയപ്പോൾ ഓരോ വരുമാനവും നമ്മൾ ഓരോ ലെവലുകൾ അച്ചീവ് ചെയ്ത് വരുന്നതിനനുസരിച്ച് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇന്ന് വെസ്റ്റീജ് കമ്പനിയുടെ 10 തരം വരുമാനം വാങ്ങിക്കുന്ന സ്റ്റേജിൽ ഞാൻ എത്തിയിട്ടുണ്ട്. ആദ്യ വരുമാനം 150 രൂപയിൽ നിന്നും തുടങ്ങി ഓരോ മാസവും വരുമാനം കൂട്ടിയെടുത്തുകൊണ്ട് ടോപ്പ് ഇൻകം ഇന്ന് 3.5 ലക്ഷം രൂപ വരെ മാസ വരുമാനം വാങ്ങിക്കുന്ന ലെവലിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും വെസ്റ്റീജ് കമ്പനി ഇഷ്ടപ്പെട്ട ഒരു വീടും എനിക്ക് തന്നിട്ടുണ്ട് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതായത് വെസ്റ്റീജ് കമ്പനിയുടെ 9ാമത്തെ ഒരു വരുമാനമാണ് ഹൗസ് ഫണ്ട്. വെസ്റ്റീജ് കമ്പനിയുടെ ക്രൗൺ ഡയറക്ടർ എന്നുള്ള പദവിയിലെത്തുമ്പോൾ നമുക്ക് ഹൗസ് ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ വെസ്റ്റീജിലൂടെ ഇഷ്ടപ്പെട്ട ഒരു വീട് സ്വന്തമാക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ ഇഷ്ടത്തോടു കൂടി, അതായത് ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു ഇഷ്ടപ്പെട്ട ഒരു വീട് സ്വന്തമാക്കുക എന്നുള്ളത്. അത് ഈ ഒരു ബിസിനസ്സിലൂടെ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു കാറ്, വെസ്റ്റീജ് കമ്പനിയുടെ സ്റ്റാർ ഡയറക്ടർ പദവിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കാർ ഫണ്ട് അച്ചീവ് ആവാൻ നമുക്ക് സാധിക്കും. എന്തായാലും വെസ്റ്റീജിലൂടെ ഇഷ്ടപ്പെട്ട ഒരു കാറ് 10 ലക്ഷം രൂപയുടെ എർട്ടിക എന്ന് പറയുന്ന ഒരു കാറാണ് ഈ ഒരു ബിസിനസ്സിലൂടെ ഞാൻ സ്വന്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു ഫണ്ട് ട്രാവൽ ഫണ്ടാണ്. ഏകദേശം 5 ലക്ഷത്തിന് മുകളിൽ ട്രാവൽ ഫണ്ട് മാത്രം ഈ ഒരു ബിസിനസ്സിലൂടെ ഏൺ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വെസ്റ്റീജിൽ വരുന്നതിന് മുന്നേക്കായിട്ട് തന്നെയുള്ള കടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലൈഫിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരാൻ എനിക്ക് ഈ ഒരു ബിസിനസ്സിലൂടെ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പറയാനുള്ളത്, ഈ ഒരു വീഡിയോ കാണുന്ന ഏതൊരു മെമ്പേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, ഏതൊരു സാധാരണ വ്യക്തിക്കും ഒരു അസാധാരണ ലൈഫിലേക്ക് എത്താൻ ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു സന്ദേശം, ഏത് സാധാരണ വീട്ടമ്മക്കും ചെയ്ത് വിജയിക്കാൻ പറ്റിയ നല്ലൊരു ബിസിനസ് മേഖല തന്നെയാണ് വെസ്റ്റീജ്. വീട്ടിലിരുന്നു കൊണ്ടും നമ്മളെ മക്കളെ, ഫാമിലി എന്നിവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കണം എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ എന്തൊരു ജോബ് ചെയ്യുകയാണെങ്കിലും ആ ജോബിൻ്റെ കൂടെ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കും, പാർട്ട് ടൈം ആയിട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഒരു ഇൻകത്തിലേക്ക് എത്തുമ്പോൾ നമുക്കിതിനെ ഫുൾ ടൈം ആയിട്ട് തന്നെ കാണാൻ സാധിക്കും. ഡെയിലി നീഡ്സ് പ്രൊഡക്റ്റ് കൊടുക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ് വെസ്റ്റീജ്. അതായത് വെസ്റ്റീജ് കമ്പനിയിലുള്ള പ്രൊഡക്റ്റുകൾ വെൽനെസ് പ്രൊഡക്റ്റ് തന്നെയാണ്. ലോകമെമ്പാടും സെയിം പ്രൊഡക്റ്റ് തന്നെയാണ് കിട്ടുന്നത്. ഇൻ്റർനാഷണൽ ക്വാളിറ്റിയാണ് നമുക്ക് പ്രൊഡക്റ്റിനെല്ലാം. വെറൈറ്റി പ്രൊഡക്റ്റുകൾ, അതായത് ഒരു തവണ വാങ്ങിച്ചു കഴിഞ്ഞാൽ വീണ്ടും വാങ്ങിക്കുന്ന പ്രൊഡക്റ്റ് തന്നെയാണ് വെസ്റ്റീജിലുള്ളത്. 400ഓളം പ്രൊഡക്റ്റ് നമുക്ക് വെസ്റ്റീജിലുണ്ട്, പല കാറ്റഗറി ആയിട്ട്. എന്തായാലും നിങ്ങൾക്കും ഈ ഒരു ബിസിനസ് ചെയ്യാൻ സാധിക്കും. ചെയ്യുന്ന ജോബിനോടൊപ്പം ആർക്കും ചെയ്ത് വിജയിക്കാൻ സാധിക്കുന്ന നല്ലൊരു ബിസിനസ് മേഖല തന്നെയാണ് വെസ്റ്റീജ്. 18 വയസ്സിന് മുകളിലുള്ള ഏതൊരു വ്യക്തിക്കും ചെയ്ത് വിജയിക്കാൻ പറ്റിയ ഈ ഒരു ബിസിനസ് മേഖലയെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയുക. ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമില്ലാതെ നമ്മൾ ചെയ്യുന്ന ജോബിനോടൊപ്പം നമ്മൾക്ക് വീട്ടിലേക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ലെഫ്റ്റും റൈറ്റും ആളുകളെ മാച്ച് ചെയ്യുന്ന സിസ്റ്റം അല്ലാതെ ഉള്ളൊരു ബിസിനസ് തന്നെയാണ് വെസ്റ്റീജ്. നിശ്ചിത തുക ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. നിശ്ചിത ആളുകളെ കൊണ്ടുവന്ന് നിശ്ചിത തുക വെച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ബിസിനസ് അല്ല വെസ്റ്റീജ്. നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നുമില്ലാതെ സീറോ ഇൻവെസ്റ്റിൽ നിന്നും ഒരു ബിഗ് ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏത് വ്യക്തികൾക്കും, ഏത് സാധാരണ വീട്ടമ്മയ്ക്കും ഇവിടെ ചെയ്ത് വിജയിക്കാൻ പറ്റിയ ഒരു ബിസിനസ് മേഖല തന്നെയാണ്. അപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ബിസിനസ്സാണ് വെസ്റ്റീജ്. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ വീണ്ടും മനസ്സിലാക്കണം എന്നുള്ളതാണ് പറയാനുള്ളത്. കൂടുതൽ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ബിസിനസ്സിൻ്റെ സാധ്യത എത്രത്തോളമാണ് എന്നുള്ളതിനെക്കുറിച്ച് തിരിച്ചറിയാൻ സാധിക്കും. ഇന്ന് ലോകമെമ്പാടും ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും നല്ലൊരു ബിസിനസ് തന്നെയാണ് വെസ്റ്റീജ്. ഗ്ലോബൽ സ്ഥാനത്ത് സ്ഥാനം പിടിച്ചിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് വെസ്റ്റീജ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ മനസ്സിലാക്കുക. എന്തായാലും എൻ്റെ വാക്കുകൾ ശ്രദ്ധിച്ച് ഓരോ മെമ്പേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങൾക്കും ഉള്ളൊരു അവസരം തന്നെയാണ്. 18 വയസ്സിന് മുകളിൽ
ജോബ് നഷ്ടപ്പെട്ടു അതല്ലെങ്കിൽ ജോലി ഇല്ല എന്നൊക്കെ പറയുന്ന ഏതൊരു വ്യക്തികൾക്കും, അതായത് ഒരു ജോലി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ചെറിയ വരുമാനമല്ല, നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, വളരെ വലിയൊരു വരുമാനം ഏൺ ചെയ്യാനും, ഇഷ്ടപ്പെട്ട വീടും കാറും നല്ലൊരു പേരും പ്രശസ്തിയും എല്ലാം ഈ ഒരു ബിസിനസ്സിലൂടെ നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ചെയ്ത് വിജയിക്കാൻ പറ്റിയ ഒരു ബിസിനസ് മേഖല, നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന്റെ സാധ്യത എന്താണ്, എത്രത്തോളമാണ് എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരും തിരിച്ചറിയുക. നിങ്ങൾക്കും വളരെ വലിയൊരു വിജയത്തിൽ ഈ ഒരു ബിസിനസ്സിലൂടെ എത്തിച്ചേരാൻ സാധിക്കും. വിഷ് യു വെൽ. താങ്ക് യു.